ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം പഞ്ചവിംശോധ്യായം. ഇതിൽ 13ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ പഞ്ചവിംശോധ്യായ. മൈത്രേയ ഉവാച. ഇതി സന്ദിശ്യ ഭഗവാൻ ബാർഹിഷദൈരഭിപൂജിതഃ പശ്യതാം രാജപുത്രാണാം തത്രൈവാന്തർദധേ ഹരഃ. രുദ്രഗീതം ഭഗവതഃ സ്തോത്രം സർവേ പ്രചേതസഃ ജപന്തസ്തേ തപസ്തേ വർഷാണാമയുധം ജലേ. പ്രാചീനബർഹിഷം ക്ഷത്തഃ കർമ്മസ്വാസക്തമാനസം നാരദോധ്യാത്മതത്വജ്ഞഃ കൃപാലുഃ പ്രത്യബോധയത്. ശ്രേയസ്ത്വം കഥമദ്രാജൻ കർമ്മണാത്മന ഈഹസേ ദുഃഖഹാനിസുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യത്തെ. രാജോവാച. ന ജാനാമി മഹാഭാഗ പരം കർമാപവിദ്ധധീ. ബ്രൂഹി മേ വിമലജ്ഞാനം യേന മുച്ഛേദ കർമ്മഭിഃ. ഗൃഹേഷു കൂടധർമ്മേഷു പുത്രദാരധനാർത്ഥധീ. ന പരം വിന്ദതേ മൂഢോ ഭ്രാമ്യൻ സംസാരവത്മസു. നാരദ ഉവാച. ഭോ ഭോ പ്രജാപതേ രാജൻ പശൂൻ പശ്യത്വയാധ്വരേ. സപ്ജ്ഞാപിതാൻ ജീവസംഘാൻ നിർഘൃണേന സഹസ്രശഃ. ഏതേ ത്വാം സംപ്രതീക്ഷന്തെ സ്മരന്തോ വൈശസന്തവ. സംപരേതായ കൂടൈ ഛിന്ദന്ത്യുത്ഥിത മന്യവ. അത്ര തേ കഥയിഷ്യേമുമിതിഹാസം പുരാതനം. പുരഞ്ജനസ്യ ചരിതം നിബോധ ഗതതോ മമ. ആസീത് പുരഞ്ജനോ നാമ രാജാ രാജൻ ബൃഹശ്രവാ. തസ്യാവിജ്ഞാതനാമാസീൽ സഖാവിജ്ഞാതചേഷ്ടിതഃ. സോന്വേഷമാണ ശരണം ബഭ്രാമ പൃഥിവീം പ്രഭു. സാനുരൂപം യദാ വിന്ദദഭൂത് സവിമനാ ഇവ. ന സാധുമേനേ താ സർവാഭൂതലേ യാവതീഃ പുരാഃ. കാമാൻ കാമയമാനോസൗ തസ്യോപപത്തയേ. സ ഏകദാ ഹിമവതോ ദക്ഷിണേഷ്വഥ സാരുഷു ദദർശ നവഭിർദ്വാർഭി പുരം ലക്ഷിതലക്ഷണാം. അപ്പോൾ ആ ഹിമവാന്റെ ദക്ഷിണ ഭാഗത്ത് ആ 9 ദ്വാരങ്ങളോട് കൂടിയ ലക്ഷണമൊത്ത ഒരു വാസസ്ഥാനം കണ്ടുപിടിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി ആ വാസസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ 14, 15, 16 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. പ്രാകാരോപവനാട്ടാല പരിഖൈരക്ഷതോരണൈ സ്വർണരൗപ്യായസൈ ശൃംഗൈ സങ്കുലാം സർവതോ ഗൃഹൈ നീലസ്ഫടികവൈഡൂര്യമുക്താമരതകാരുണൈ ക്ലിപ്തഹർമ്മ്യസ്ഥലീം ദീപ്താം ശ്രിയാ ഭോഗവതീമിവ. സഭാചത്വരരഥ്യാഭിരാക്രീഡായതനാപണൈ ചൈത്യധ്വജപതാകാഭിര്യുക്തം വിദ്രുമവേദിഭിഃ. ഒന്നുകൂടി ചൊല്ലാം. പ്രാകാരോപവനാട്ടാലപരിഖൈരക്ഷതോരണൈ സ്വർണരൗപ്യായസൈ ശൃംഗൈ സങ്കുലാം സർവതോ ഗൃഹൈ നീലസ്ഫടികവൈഡൂര്യമുക്താമരതകാരുണൈ ക്ലിപ്തഹർമ്മ്യസ്ഥലീം ദീപ്താം ശ്രിയാ ഭോഗവതീമിവ. സഭാചത്വരരഥ്യാഭിരാക്രീഡായതനാപണൈ ചൈത്യധ്വജപതാകാഭിര്യുക്താം വിദ്രുമവേദിഭിഃ. അപ്പോൾ ഈ പുരം എങ്ങനെയുള്ളതാണ്? പ്രാകാര ഉപവന അട്ടാല പരിഖൈ. ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പ്രാകാരം എന്ന് പറഞ്ഞാൽ മതിൽക്കെട്ട്, ഉപവനം എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, അട്ടാല എന്ന് പറഞ്ഞാൽ മാളിക, പരിഖൈ കിടങ്ങ്. അപ്പോൾ ആ മതിൽക്കെട്ട്, പൂന്തോട്ടം, മാളിക, കിടങ്ങ് ഇതൊക്കെ ഉണ്ട്. പിന്നെ അക്ഷതോരണൈഹി ജനലുകൾ, പിന്നെ പുറംമതിലുകൾ ഇത്യാദികളാലും സർവതഃ എല്ലായിടത്തും സ്വർണരൗപ്യായസൈഹി സ്വർണം, വെള്ളി, ഇരുമ്പ് ഇവയാലുള്ള ശൃംഗൈഹി താഴികക്കുടങ്ങളോട് കൂടിയിരിക്കുന്ന ഗൃഹൈഹി ഗൃഹങ്ങളാലും സങ്കുലാം തിങ്ങിയതും നീലസ്ഫടിക വൈഡൂര്യ മുക്താമരതകാരുണൈ ഇന്ദ്രനീലം, സ്ഫടികം, വൈഡൂര്യം, മുത്ത്, മരതകം, മാണിക്യം എന്നീ രത്നങ്ങളാൽ ആ ക്ലിപ്തഹർമ്മ്യസ്ഥലീം പടുത്തുയർത്തിയിരിക്കുന്ന മാളികളോടും ദീപ്താം ജ്വലിക്കുന്നതും
സഭാചത്വരരഥ്യാഭി മണ്ഡപങ്ങൾ, നാൽക്കവലകൾ, രാജവീഥികൾ എന്നിവയോടും ആക്രീഡായതനാപാണൈഹി ക്രീഡാസ്ഥാനങ്ങൾ, അങ്ങാടികൾ എന്നിവയാലും ചൈത്യധ്വജപതാകാഭിഹി വിശ്രമസ്ഥലങ്ങൾ, കൊടികൾ, കൊടിക്കൂറകൾ എന്നിവയാലും വിദ്രുമവേദിഭി പവിഴത്തറകളോടും കൂടിയതും യുക്താം അങ്ങനെയുള്ള പുരത്തെ ദദർശ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇതിലത്തെ പദങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. പദങ്ങളിൽ കൂടി അർത്ഥം വിവരിക്കാൻ പറ്റും. പ്രാകാര, ഉപവന, അട്ടാല, പരിഖൈഹി എന്ന് പറഞ്ഞാൽ മതിൽക്കെട്ട്, പൂന്തോട്ടം, മാളിക, കിടങ്ങ്. പിന്നെ അക്ഷതോരണൈഹി ജനലുകൾ, പുറമതിൽ ഇത്യാദികൾ. സർവതഃ എല്ലായിടത്തും. സ്വർണ്ണരൗപ്യായസൈഹി സ്വർണം, വെള്ളി, ഇരുമ്പ് ഇവയാലുള്ള ശൃംഗൈഹി താഴികക്കുടങ്ങളോട് കൂടിയ ഗൃഹൈഹി ഗൃഹങ്ങളാലും സംകുലാം തിങ്ങിയതും നീലസ്ഫടിക വൈഡൂര്യ മുക്ത മരതകാരുണൈഹി ഇന്ദ്രനീലം, സ്ഫടികം, വൈഡൂര്യം, മുത്ത്, മരതകം, മാണിക്യം എന്നീ രത്നങ്ങളാൽ ക്ലിപ്തഹർമ്മ്യസ്ഥലീം പടുത്തുയർത്തിയിരിക്കുന്ന മാളികകളോടും ശ്രിയാ ശോഭയാൽ ഭോഗവതീം ഇവ നാഗലോക നഗരം പോലെ. ഭോഗവതി നാഗലോക നഗരമാണ്. അപ്പോൾ നാഗലോക നഗരം പോലെ അങ്ങനെ ശോഭ കൊണ്ട് ദീപ്താം ജ്വലിക്കുന്നതും സഭാചത്വര രഥ്യാഭിഹി സഭാമണ്ഡപങ്ങൾ, നാൽക്കവലകൾ, രഥവീഥികൾ എന്നിവയോടും ആക്രീഡായതനാപണൈഹി ക്രീഡാസ്ഥാനങ്ങൾ, അങ്ങാടികൾ എന്നിവയാലും ചൈത്യധ്വജപതാകാഭിഹി വിശ്രമസ്ഥലങ്ങൾ, കൊടിക്കൂറകൾ, കൊടികൾ എന്നിവയാലും വിദ്രുമവേദിഭി പവിഴത്തറകളോടും കൂടിയതുമായിരിക്കുന്ന യുക്താം പുരം ദദർശ യുക്തമായിരിക്കുന്ന യോഗ്യമായിരിക്കുന്ന പുരത്തെ കണ്ടെത്തി. ഒന്നുകൂടി പറയാം. പ്രാകാര, ഉപവന, അട്ടാല, പരിഖൈഹി മതിൽക്കെട്ട്, പൂന്തോട്ടം, മാളിക, കിടങ്ങ്, അക്ഷതോരണൈഹി ജനലുകൾ, പുറമതിൽ ഇത്യാദികളാലും സർവതഃ എല്ലായിടത്തും സ്വർണ്ണരൗപ്യായസൈഹി സ്വർണം, വെള്ളി, ഇരുമ്പ് ഇവയാലുള്ള ശൃംഗൈഹി താഴികക്കുടങ്ങളോടുകൂടിയ ഗൃഹൈഹി ഗൃഹങ്ങളാലും സംകുലാം തിങ്ങിയതും നീലസ്ഫടിക വൈഡൂര്യമുക്ത മരതകാരുണൈഹി ഇന്ദ്രനീലം, സ്ഫടികം, വൈഡൂര്യം, മുത്ത്, മരതകം, മാണിക്യം എന്നീ രത്നങ്ങളാൽ ക്ലിപ്തഹർമ്മ്യസ്ഥലീം പടുത്തുയർത്തിയിരിക്കുന്ന മാളികകളോടും ശ്രിയ ശോഭയാൽ ഭോഗവതീം ഇവ നാഗലോക നഗരം പോലെ ദീപ്താം ജ്വലിക്കുന്നതും സഭാചത്വര രഥ്യാഭി സഭാമണ്ഡപങ്ങൾ, നാൽക്കവലകൾ, രഥവീഥികൾ എന്നിവയോടും ആക്രീഡായതനാപണൈഹി ക്രീഡാസ്ഥാനങ്ങൾ, അങ്ങാടികൾ എന്നിവയാലും ചൈത്യധ്വജപതാകാഭി വിശ്രമസ്ഥലങ്ങൾ, കൊടികൾ, കൊടിക്കൂറകൾ എന്നിവയാലും വിദ്രുമവേദിഭി പവിഴത്തറകളോടും കൂടിയതുമായ യുക്താം പുരം ദദർശ യോഗ്യമായിരിക്കുന്ന പുരത്തെ കണ്ടെത്തി. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് പ്രാകാര, ഉപവന, അട്ടാല, പരിഖൈഹി അക്ഷതോരണൈഹി സർവതഃ സ്വർണ്ണരൗപ്യായസൈഹി ശൃംഗൈഹി ഗൃഹൈഹി സംകുലാം നീലസ്ഫടിക വൈഡൂര്യ മുക്ത മരതകാരുണൈഹി ക്ലിപ്തഹർമ്മ്യസ്ഥലീം ദീപ്താം ക്ലിപ്തഹർമ്മ്യസ്ഥലീം ശ്രിയാ ഭോഗവതീം ഇവ ദീപ്താം സഭാചത്വര രഥ്യാഭി ആക്രീഡായതനാപണൈഹി ചൈത്യധ്വജപതാകാഭി വിദ്രുമവേദിഭി യുക്താം പുരം ദദർശ എന്നുള്ളതാണ് വരിക. എന്നുകൂടി പറയാം. പ്രാകാര, ഉപവന, അട്ടാല, പരിഖൈഹി അക്ഷതോരണൈഹി സർവതഃ സ്വർണ്ണരൗപ്യായസൈഹി ശൃംഗൈഹി ഗൃഹൈഹി സംകുലാം നീലസ്ഫടിക വൈഡൂര്യമുക്ത മരതകാരുണൈഹി ക്ലിപ്തഹർമ്മ്യസ്ഥലീം ശ്രിയാ ഭോഗവതീം ഇവ ദീപ്താം സഭാചത്വര രഥ്യാഭി ആക്രീഡായതനാപണൈഹി ചൈത്യധ്വജപതാകാഭി വിദ്രുമവേദിഭി യുക്താം പുരം ദദർശ. അതായത് മതിൽക്കെട്ട്, പൂന്തോട്ടം, മാളിക, കിടങ്ങ്, ജനലുകൾ, പുറമതിൽ ഇത്യാദികളാലും എല്ലായിടത്തും സ്വർണം, വെള്ളി, ഇരുമ്പ് ഇവയാലുള്ള താഴികക്കുടങ്ങളോട് കൂടിയിരിക്കുന്ന ഗൃഹങ്ങളാലും തിങ്ങിയതും പിന്നെ ഇന്ദ്രനീലം, സ്ഫടികം, വൈഡൂര്യം, മുത്ത്, മരതകം, മാണിക്യം എന്നീ രത്നങ്ങളാൽ പടുത്തുയർത്തിയ മാളികകളോടും ശോഭയാൽ
നാഗലോകം നഗരം പോലെ ജ്വലിക്കുന്നതും സഭാമണ്ഡപങ്ങൾ, നാൽക്കവലകൾ, രഥവീതികൾ എന്നിവയോടും ക്രീഡാസ്ഥാനങ്ങൾ, അങ്ങാടികൾ എന്നിവയാലും വിശ്രമസ്ഥാനങ്ങൾ, കൊടികൾ, കൊടിക്കൂറകൾ എന്നിവയാലും പവിഴത്തറകളോട് കൂടിയതുമായിരിക്കുന്ന ആ യോഗ്യമായിരിക്കുന്ന പുരത്തെ കണ്ടെത്തി എന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പുരത്തിൻ്റെ ആ ചുറ്റും മതിലുകളും മനോഹരങ്ങളായിരിക്കുന്ന പൂന്തോട്ടങ്ങളും വിശ്രമസ്ഥലങ്ങളും ഉണ്ടായിരുന്നു. കിടങ്ങുകളാൽ അന്യർക്ക് അത് അപ്രാപ്യങ്ങളാണ്. കോട്ടകളുണ്ട്, വായുസഞ്ചാരത്തിന് സൗകര്യമുണ്ട്, തോരണങ്ങളാൽ അലങ്കൃതമാണ്. എല്ലായിടത്തും സ്വർണം, വെള്ളി, ഇരുമ്പ് ഇവ കൊണ്ടുള്ള താഴികക്കുടങ്ങളോട് കൂടിയിരിക്കുന്ന ഉപഗ്രഹങ്ങളുണ്ട്. ഇന്ദ്രനീലം, സ്ഫടികം, വൈഡൂര്യം, മുത്ത്, മരതകം, മാണിക്യം മുതലായ നവരത്നങ്ങൾ പതിച്ച ഹർമ്മ്യങ്ങളാൽ ആവൃതമാണ് ആ പുരം. രത്നബാഹുല്യത്താൽ നാഗപുരിയായിരിക്കുന്ന ഭോഗവതിക്ക് തുല്യവും ആ രാജധാനിയിൽ സഭാസ്ഥാനം ഉണ്ട്. വിസ്താരമുള്ള മുറ്റമുണ്ട്, പാതകൾ, ക്രീഡാസ്ഥാനങ്ങൾ, നാൽക്കവലകൾ, അങ്ങാടി എന്നിവകളുണ്ട്. ഉമ്മറത്തെല്ലാം പവിഴം പടുത്തിരിക്കുന്ന എങ്ങും കൊടികൾ, കൊടിക്കൂറകൾ മുതലായ അലങ്കാരങ്ങളുമുണ്ട്. പ്രാകാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയവങ്ങൾ, അഹങ്കാരാദി ഭാവങ്ങളാണ് ആ മതിലുകൾ എന്ന് പറയുന്നത്. അവയവങ്ങളെയാണ് ഇവിടെ പ്രാകാരങ്ങൾ എന്ന് പറയുന്നത്. ആ ജീവൻ്റെ ആ പ്രാകാരങ്ങൾ അഹങ്കാരാദി ഭാവങ്ങളാണ്. മതിലുകൾ എന്ന് പറയുന്നത് ഇവ ജ്ഞാനത്തെ മറയ്ക്കുന്നവയാണല്ലോ. അപ്പോൾ വിഷയസുഖങ്ങൾക്കുള്ള ഉപാധികളാണ് ഉദ്യാനങ്ങൾ. മുഖമാണ് മാളിക അഥവാ അട്ടാളം. കിടങ്ങ് മുതലായവ നിഷേധിക്കപ്പെട്ട കർമ്മങ്ങൾക്ക് തടസ്സം ചെയ്യാൻ അക്ഷങ്ങൾ അഥവാ ജനലുകൾ, ഇന്ദ്രിയദ്വാരങ്ങൾ. ഷഡ്ചക്രങ്ങൾ ഗൃഹങ്ങളും, സത്വാദിഭാവങ്ങൾ താഴികക്കുടങ്ങളും എന്ന് വ്യാഖ്യാനിക്കണം. ശരീരപക്ഷത്തിൽ വൈഡൂര്യാദികളുടെ വർണ്ണങ്ങൾ നാഡികളെ പ്രതിനിധാനം ചെയ്യുന്നു. അവയുടെ കേന്ദ്രം ഭ്രൂമധ്യം. ഭോഗവതി എന്നാൽ ഭോഗങ്ങൾക്ക് ആസ്പദമായത്. ആലങ്കാരികമായാൽ ഭോഗവതി എന്ന നാഗപുരി പോലെ രത്നങ്ങളാൽ നിബിഡം എന്നർത്ഥം. സഭ എന്നത് അന്ധക്കരണം. നാൽക്കവല എന്നത് മുഖദ്വാരം, നാസികാദ്വാരം, നയനദ്വാരം, കർണദ്വാരം എന്നിവയാണ് നാൽക്കവല. ഇങ്ങനെ ഓരോ അവയവങ്ങളുടെ ധർമ്മങ്ങൾ പ്രതീകാത്മകമായിട്ട് പ്രതിപാദിച്ചിരിക്കുകയാണ് ഇവിടെ ഈ പുരത്തിൽ. ധ്വജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം, പതാകകൾ, അവിദ്യാദി ക്ലേശങ്ങൾ, ഇങ്ങനെ. അപ്പം ഇതിനൊക്കെ ആ താത്വികമായ അർത്ഥങ്ങളാണ് ഇവിടെ ചെറുതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് വിസ്തരിച്ച് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് ഒന്നുകൂടി നോക്കാം. മതിലുകൾ, ഉപവനങ്ങൾ, അട്ടാളങ്ങൾ, കിടങ്ങുകൾ, ജനലുകൾ, തോരണങ്ങൾ എന്നിവയോടും സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നിവ കൊണ്ടുള്ള താഴികക്കുടങ്ങളോടും കൂടിയ ഗൃഹങ്ങളാൽ സർവത്ര വ്യാപ്തമായിരിക്കുന്ന പുരം കണ്ടു. നീലം, സ്ഫടികം, വൈഡൂര്യം, മുത്ത്, മരതകം, മാണിക്യം എന്നിവയാൽ നിർമ്മിക്കപ്പെട്ട മാളികകളിലുള്ള ആ ക്രീഡാസ്ഥലങ്ങളോട് കൂടിയതും ശോഭയാൽ നാഗപുരം പോലെ ഇരിക്കുന്നതും സഭാസ്ഥലം, നാലും കൂടിയ വഴി, രാജമാർഗം എന്നിവയോടും ക്രീഡാസ്ഥലം, അങ്ങാടി, വിശ്രമസ്ഥലം, കൊടിമരങ്ങളിൽ കെട്ടിയിട്ടുള്ള കൊടിക്കൂറകൾ എന്നിവയോടും പവിഴം കൊണ്ടുള്ള വേദികളോട് കൂടിയതും ആയിട്ടുള്ള പുരം കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അതുകൂടി പറയാം. ആ പുരത്തെ വർണ്ണിക്കുകയാണ് ഇനി ചെയ്യുന്നത്. ആ രാജധാനിയുടെ ചുറ്റും മതിലുകളും രമ്യങ്ങളായിരിക്കുന്ന പൂന്തോട്ടങ്ങളും വിശ്രമിപ്പാൻ യോഗ്യതയുള്ള ചന്ദ്രശാലകളും അന്യന്മാർക്ക് അതിക്രമിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന കിടങ്ങുകൾ മുതലായ ദുർഗങ്ങളും വായുസഞ്ചാരത്തിന് വേണ്ടുവോളം ആ ജനലുകളും മനോഹരങ്ങളായിരിക്കുന്ന തോരണങ്ങളും സ്വർണം, വെള്ളി, ഇരുമ്പ് ഇവ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള താഴികക്കുടങ്ങളുള്ള ഗൃഹങ്ങൾ കൊണ്ട് 4 ഭാഗവും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളതാണ് ആ വാസസ്ഥാനം. അപ്പോൾ ഈ ശരീര അവയവങ്ങൾ തന്നെയാണ് ഈ പ്രാകാരാദികളായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അഹങ്കാരാദി ഭാവങ്ങൾ ജീവനെ മറയ്ക്കുന്നവയാകയാൽ ആ മതിലുകൾ. അനുഭവയോഗ്യങ്ങളായിരിക്കുന്ന ശബ്ദാദി വിഷയ സമൂഹങ്ങൾ പൂന്തോട്ടങ്ങൾ. ഉയർന്ന സ്ഥാനമായിരിക്കുന്ന മുഖം അട്ടാളം. നിഷേധിക്കപ്പെട്ട വിഷയങ്ങൾ തന്നെ ആ സഞ്ചാരത്തെ നിരോധിക്കുന്ന കിടങ്ങ് മുതലായ ദുർഗങ്ങൾ. വെളുത്തും തുടുത്തും കറുത്തും ഇരിക്കുന്ന ആ ധാതുക്കൾ ഇറങ്ങിയിരിക്കുന്ന ശരീരാവയവങ്ങൾ തന്നെ കൊടിമുടികൾ. ഇന്ദ്രിയദ്വാരങ്ങൾ, വായുസഞ്ചാരോചിതങ്ങളായിരിക്കുന്ന ജനലുകൾ. നിരനിരയായി കാണപ്പെടുന്ന ആ രോമരാജി
ദന്തനിര എന്നിവ തോരണങ്ങൾ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെയുള്ള ജീവസ്ഥാനങ്ങൾ, 4 പാടുമുള്ള ഭവനങ്ങൾ. ഇങ്ങനെ ആ ശരീരഭാഗങ്ങളെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ശരീരപക്ഷത്തിൽ രത്നങ്ങളുടെ വർണ്ണങ്ങൾ പോലെ ഉള്ളത് നാഡികൾ നിറഞ്ഞിരിക്കുന്നുവെന്നും ആ ഹർമ്മ്യത്തിൻ്റെ സ്ഥാനത്തിൽ ആവക നാഡികളുടെ കേന്ദ്ര സ്ഥാനങ്ങളായിരിക്കുന്ന ഹൃദയം, ആ പുരികങ്ങളുടെ മധ്യം എന്നും സൂചിപ്പിച്ചു. ഭോഗവതിയും ഇവ, ഭോഗങ്ങൾ തികഞ്ഞിരിക്കുന്നതോ എന്ന് തോന്നും എന്ന അർത്ഥത്താൽ സകല ഭോഗങ്ങൾക്കും സമുചിത സ്ഥാനമാണ് ഈ ദേഹം എന്ന് തോന്നും എന്നതല്ലാതെ ഇതിലും പരമതൃപ്തിക്ക് അവകാശമില്ലെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാജധാനിയിൽ ആ രാജസഭയ്ക്ക് ഉചിതമായിരിക്കുന്ന സ്ഥാനം, ഉമ്മറത്ത് വിസ്താരമുള്ള മുറ്റം, സഞ്ചാരയോഗ്യമായിരിക്കുന്ന പാത, കളിപ്പാൻ യോഗ്യമായിരിക്കുന്ന സ്ഥാനം, കച്ചവടത്തിന് ഉചിതമായിരിക്കുന്ന സ്ഥാനങ്ങൾ, ഈശ്വര ആരാധനയ്ക്ക് മതിയായിരിക്കുന്ന പരിശുദ്ധ സ്ഥാനങ്ങൾ, കൊടികൾ, കൊടിക്കൂറകൾ എന്നിവയും പവിഴക്കല്ല് പടുത്തിരിക്കുന്ന ആ കോലായകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഥാസംബന്ധമായിരിക്കുന്ന അർത്ഥം ഇവിടെ സ്പഷ്ടമായി. അപ്പോൾ ആത്മസംബന്ധമായിരിക്കുന്ന കാര്യം ആ സമാസ്യോക്തലങ്കാര രൂപേണ ധരിക്കത്തക്കത് തന്നെയാണ്. അപ്പോൾ രാജാവ് എന്ന് പറഞ്ഞാൽ ജീവാത്മാവാണ്. അദ്ദേഹത്തിന് ഇരുന്ന് കാര്യാദികൾ നടത്തുവാനുള്ള സഭയെന്നത് അന്ധക്കരണം. ചത്തുരം എന്ന് പറയുന്നത് 4 ഭാഗത്തേക്കും തിരിയുവാനുള്ള സ്ഥലം. 4 താലുവിൻ്റെ അധോഭാഗത്ത് മുഖദ്വാരം, നാസികാദ്വാരം, നയനദ്വാരം, കർണദ്വാരം എന്നീ 4 മാർഗങ്ങൾ. മഹാരാജാവിന് സഞ്ചരിപ്പാൻ യോഗ്യങ്ങളായിട്ട് ഈ 4 ദ്വാരങ്ങളുണ്ട്. അതിനെയാണ് 4 കൂടിയ പാതയെന്ന് നിശ്ചയിച്ചത്. ആപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാര സ്ഥലം, ജീവൻ്റെ വ്യാപാരങ്ങൾ നടത്തുവാനുള്ള സ്ഥലം മനോഗോളകമാകിയാൽ അതിനെ ആപണമായിട്ട് കൽപ്പിച്ചു. ചൈത്യം എന്നത് വിശ്രമസ്ഥാനമായിരിക്കുന്ന ചിത്തമധ്യം. ധ്വജം ഉയർത്തി നാട്ടിയ സ്തംഭം ഭഗവാനെ ഗണിക്കാതിരിക്കുന്ന ആ അഹങ്കാര രൂപമായിരിക്കുന്ന വൃത്തിവിശേഷത്തെ ധ്വജം എന്നും, അതിനെ ആശ്രയിച്ചു നിൽക്കുന്ന അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്ന 5 വിധം ക്ലേശഹേതുക്കളായിട്ടുള്ള വൃത്തികളെ കൊടിക്കൂറകൾ എന്നും കൽപ്പിക്കുന്നു. പവിഴക്കല്ലുകൾ പഴുത്ത കോലായകൾ ജീവൻ്റെ സഞ്ചാര സമയത്തിൽ അവിടവിടെ വസിപ്പാനുള്ള മൂലാധാര ആദി സ്ഥാനവിശേഷങ്ങൾ എന്നും കൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ മഹാരാജധാനിയായ ആ ശരീരത്തിൻ്റെ സാമാന്യ രൂപത്തെ ഇവിടെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. നമ്മൾക്ക് വ്യാഖ്യാനത്തിലെ പ്രാകാരോപവനാദി തോരണൈഹി, പ്രാകാരം പിന്നെ മതിലുകൾ, ഉപവനം, പൂന്തോട്ടങ്ങൾ, തോരണങ്ങൾ, സ്വർണ്ണരൗപ്യലോഹമയ ശിഖരയുക്തൈർ ഗൃഹൈശ്ച, ഗൃഹങ്ങളിലൊക്കെ സ്വർണം, ഇരുമ്പ്, ലോഹം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാതുക്കളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ വലിയ ഗോപുര താഴികക്കുടങ്ങൾ, യുക്തൈർ ഗൃഹസ്ഥ വ്യാപ്താം, അവയെ കൊണ്ട് ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നു. പിന്നെ നീലസ്ഫടിക വൈഡൂര്യാദിഭിർ വിരചിത ഹർമ്മ്യസ്ഥലീം, ആ ഗൃഹാങ്കണങ്ങളൊക്കെ ഇന്ദ്രനീലം, സ്ഫടികം, വൈഡൂര്യം ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന നവരത്നങ്ങളെ കല്ലുകൾ പതിച്ചിട്ടുള്ള ആ ഗൃഹസ്ഥലികൾ, സഭാചത്വരരഥ്യാഭി, സഭാ മണ്ഡപങ്ങൾ, ചത്വരരഥ്യാഭി രാജവീഥികൾ, രഥ്യാഭി മാർഗൈർ ധ്വജപതാകാദിഭി, ധ്വജം പതാക അഭിശ്ച യുക്താം, അതിനെ കൊണ്ടൊക്കെ യുക്തമായിരിക്കുന്ന ആ പുരി ബാഹ്യോപവനെ, ആ പുരി അങ്ങനെയുള്ള അതിൻ്റെ മുമ്പിലുള്ള ആ ഉദ്യാനങ്ങൾ, പ്രമദോത്തമാം പ്രമാദം ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ആ ഉപവനങ്ങൾ ഒക്കെ അവിടെ കണ്ടു. പ്രമദോത്തമ ദദർശ കണ്ടു. കഥം ഭൂതേ ഉപവനെ, ആ ഉപവനങ്ങളിൽ ദിവ്യവൃക്ഷലതാകുലേ, ദിവ്യലക്ഷവൃത ലതകളൊക്കെ അവിടെ
കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 14, 15, 16. അപ്പോൾ ആ ഒന്നും കൂടി നമുക്ക് അത് വ്യാഖ്യാനം നോക്കാം. പ്രാകാരോപവനാദി തോരണൈ സ്വർണരൗപ്യ ലോഹമയ ശിഖരയുക്തൈർ ഗൃഹൈശ്ച വ്യാപ്താം നീലസ്ഫടിക വൈഡൂര്യാദിഭിർ വിരചിത ഹർമ്യസ്ഥലീം സഭാചത്വരരഥ്യാഭിർമാർഗ ധ്വജപതാകാദിഭിശ്ച യുക്താം പുരീബാഹ്യോപവനെ പ്രമദോത്തമാം ദദർശ. ഇതാണ് അവിടെ കണ്ടത്. ആ പുരിയുടെ സവിശേഷതകൾ അതാണ് ഇതിൽ ഈ 3 ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത 4 ശ്ലോകങ്ങളിൽ കൂടിയിട്ട് പുരിയെ പിന്നെയും വർണ്ണിക്കണം. നമുക്ക് നോക്കാം ആ 4 ശ്ലോകങ്ങൾ. പുര്യാസ്തു ബാഹ്യോപവനേ ദിവ്യദ്രുമലതാകുലേ, ഇനിയും വർണ്ണിക്കുകയാണ്. നദദ്വിഹങ്കാളികുല കോലാഹല ജലാശയേ ഹിമനിർഝര വിപൃഷ്മൽ കുസുമാകരവായുന ചലൽ പ്രവാള വിടപ നളിനീതട സമ്പതി നാനാരണ്യമൃഗവ്രാതൈർ അനാബാധേ മുനിവ്രതൈഃ ആഹൂതം മന്യതേ പാന്ഥോ യത്ര കോകിലകൂജിതൈഃ യദൃച്ഛയാഗതാം തത്ര ദദർശ പ്രമദോത്തമാം ഭൃത്യൈർദശഭിരായാന്തീം ഏകൈകശതനായകൈഃ 17, 18, 19, 20 ഒന്നും കൂടി ചൊല്ലാ ശ്ലോകങ്ങൾ. പുര്യാസ്തു ബാഹ്യോപവനേ ദിവ്യദ്രുമലതാകുലേ നദദ്വിഹങ്കാളി കുല കോലാഹല ജലാശയേ ഹിമനിർഝര വിപൃഷ്മൽ കുസുമാകരവായുന ചലൽ പ്രവാള വിടപ നളിനീതട സമ്പതി നാനാരണ്യമൃഗവ്രാതൈരനാബാധേ മുനിവ്രതൈഃ ആഹൂതം മന്യതേ പാന്ഥോ യത്ര കോകിലകൂജിതൈഃ യദൃച്ഛയാഗതാം തത്ര ദദർശ പ്രമദോത്തമാം ഭൃത്യൈർ ദശഭിരായാന്തീം ഏകൈകശതനായകൈഃ. അപ്പോൾ നമുക്ക് നോക്കാം അതിലത്തെ അർത്ഥം. തത്ര അവിടെ ദിവ്യദ്രുമലതാകുലേ ദിവ്യങ്ങളായിരിക്കുന്ന വൃക്ഷലതാദികളാലും നദദ്വിഹംഗ അളികുല കോലാഹല ജലാശയേ കൂവുന്ന പക്ഷികളുടെയും വണ്ടുകളുടെയും ബഹളത്തോടു കൂടിയ ജലാശയങ്ങളാലും ഹിമനിർഝര വിപൃഷ്മൽ കുസുമാകരവായുന തണുതണുത്ത ആ നീർച്ചാലുകളിലെ ജലഗണങ്ങളാകുന്ന ജലങ്ങളുടെ ആ ശൈത്യവും പുഷ്പങ്ങളുടെ പരിമളവും വഹിച്ചു വരുന്ന മന്ദമാരുതനാൽ ചലൽ പ്രവാള വിടപ നളിനീ തടസമ്പതി ആ ഇളക്കപ്പെട്ട തളിരുകളുള്ള ആ വില്ലകൾ നിറഞ്ഞ കരകളുള്ള താമരപ്പൊയ്കളോടും മുനിവ്രതൈഹി മുനിമാരെപ്പോലെ ശാന്ത സ്വഭാവമുള്ള അനാബാധേ ഉപദ്രവമില്ലാത്ത നാനാരണ്യ മൃഗവ്രാതൈഹി പലവിധം വന്യമൃഗ സമൂഹങ്ങളോട് കൂടിയിട്ട് എത്ര യാതൊരിടത്ത് വരുന്ന പാന്തഹ ആ വഴിപോക്കൻ കോകിലകൂജിതൈഹി പൂങ്കുയിലുകളുടെ കളകൂജനത്താൽ ആഹൂതം വിളിക്കുകയാണോ എന്ന് മന്യതേ തോന്നിക്കുന്നതുമായിരിക്കുന്ന പൂര്യാതു ആ മന്ദിരത്തിൻ്റെ ബാഹ്യോപവനെ പുറത്തുള്ള ഉദ്യാനത്തിൽ യാദൃച്ഛികമായിട്ട് ആഗതാം വന്നെത്തിയവളും ഏകൈകശതനായകൈഹി ഓരോ 100നും ഒരു നേതാവെന്ന കണക്കിൽ ദശഭിഹി 10 ഭൃത്യന്മാരോടുകൂടെ ആയാന്തി നടക്കുന്നവളുമായിരിക്കുന്ന പ്രമദോത്തമ ഒരു നാരീരത്നത്തെ ദദർശ കണ്ടു. അവിടെ ആ പുരിയിൽ ഒരു നാരീരത്നത്തെ കണ്ടു. അപ്പോൾ പുരിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളാണ് പിന്നെ വർണ്ണിക്കുന്നത്. ആ വിശേഷിച്ചതിന് ശേഷം ഈ സ്ത്രീ എങ്ങനെയുള്ളവളാണെന്നുള്ളതും പറയുന്നു. അപ്പോൾ പുര്യാസ്തു ബാഹ്യോപവനെ ദിവ്യദ്രുമലതാകുലേ അവിടെ തത്ര ദിവ്യദ്രുമലതാകുലേ എന്ന് പറഞ്ഞാൽ ദിവ്യങ്ങളായിരിക്കുന്ന വൃക്ഷലതാദികളാലും നദദ്വിഹംഗ അളികുല കോലാഹല ജലാശയെ
കൂവുന്ന പക്ഷികളുടെയും വണ്ടുകളുടെയും മേളത്തോടു കൂടിയ ജലാശയങ്ങളാലും ഹിമനിർജ്ജര വിപുഷ്മൽ കുസുമാകരവായുന തണുതണുത്ത നീർച്ചാലുകളിലെ ജലഗണങ്ങളുടെ ശൈത്യവും പുഷ്പങ്ങളുടെ പരിമളവും വഹിച്ചു വരുന്ന ആ മന്ദമാരുതനാൽ ചലൽ പ്രവാള വിടപനളിനീതട സമ്പതി ഇളക്കപ്പെട്ട ആ തളിരുകളുള്ള ആ വില്ലകൾ നിറഞ്ഞ കരകളുള്ള ആ താമരപ്പൊയ്കകളോടും മുനിവ്രതൈഹി മുനിമാരെ പോലെ ശാന്ത സ്വഭാവമുള്ള അനാബാധേ ഉപദ്രവമില്ലാത്ത നാനാരണ്യ മൃഗവ്രാതൈഹി പലവിധം വന്യ മൃഗസമൂഹത്തോടും കൂടി എത്ര യാതൊരിടത്ത് വരുന്ന പാന്തഹ വഴിപോക്കൻ കോകിലകൂജിതൈഹി പൂങ്കുയിലുകളുടെ കളകൂജനത്താൽ ആഹൂതം വിളിക്കുകയാണോ എന്ന് മന്യതേ തോന്നിപ്പിക്കുന്നതുമായിരിക്കുന്ന പുര്യാഹത്തു ആ മന്ദിരത്തിൻ്റെ ബാഹ്യോപവനെ പുറത്തുള്ള ഉദ്യാനത്തിൽ യദൃച്ഛയാ യാദൃച്ഛികമായിട്ട് ആഗതാം അവിടെ യാദൃച്ഛികമായി വന്നെത്തിയതായിരിക്കുന്ന ഏകൈക ശതനായകൈഹി ഓരോ നൂറിനും ഒരു നേതാവെന്ന കണക്കിൽ ദശഭി 10 ഭൃത്യൈഹി ഭൃത്യന്മാരോട് കൂടിയിരിക്കുന്ന ആയാന്തിം നടക്കുന്നവളും ആയിരിക്കുന്ന പ്രമദോത്തമം ഒരു നാരീരത്നത്തെ ദദർശ കണ്ടു. ആ പുരിയുടെ പുറത്തുള്ള ഉദ്യാനത്തിൽ അതിസുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീയെ ദർശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഉദ്യാനം ദേവലോകത്തുള്ള വൃക്ഷങ്ങളാലും ലതകളാലും നിബിഡമാണ്. അതിലെ സരസ്സുകളിൽ കളകൂജനം ചെയ്യുന്ന പക്ഷിസമൂഹങ്ങളും വണ്ടുകളുമുണ്ട്. അരുവികളിലെ ശീതജലങ്ങളായിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങളിൽ തട്ടി ആ പുഷ്പങ്ങളുടെ ഗന്ധം നുകർന്ന് ആ മന്ദമാരുതൻ അങ്ങനെ വീശുന്നുണ്ട്. ആ തെന്നൽ കൊണ്ട് ആ സരസിൻ്റെ ആ തീരദേശത്തുള്ള വൃക്ഷങ്ങളുടെ ശാഖകളും തളിരുകളും ചാഞ്ചാടുന്നുണ്ട്. മുനിമാരെ പോലെ അശാന്ത സ്വഭാവമുള്ള മൃഗങ്ങളാണ് അവിടെ വസിക്കുന്നത്. ക്രൂരമൃഗങ്ങളില്ല. കുയിലുകളുടെ ഗാനം കേട്ടാൽ വഴിപോക്കരെ അവിടേക്ക് ക്ഷണിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. അവിടെ അങ്ങനെ യാദൃച്ഛികമായിട്ട് അവിടെ വന്നെത്തിയ ഒരു സുന്ദരിയെ കണ്ടെത്തി. അവൾക്ക് 10 ഭൃത്യന്മാരുണ്ട്. ഓരോരുത്തർക്കും കീഴിൽ 100 വീതം സൈന്യങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി അതിലത്തെ നമുക്ക് അതിലത്തെ അന്വയം നോക്കാം. തത്ര ദിവ്യദ്രുമലതാകുലേ നദ വിഹംഗ അളികുല കോലാഹല ജലാശയേ ഹിമ നിർജ്ജര വിപൃഷ്മൽ കുസുമാകരവായുന ചലൽ പ്രവാള വിടപ നളിനീ തടസമ്പതി മുനിവ്രതൈഹി അനാബാധേ നാനാരണ്യ മൃഗവ്രാതൈഹി യത്ര പാന്ഥ കോകിലകൂജിതൈഹി ആഹൂതം മന്യത്തെ പുര്യാതു ബാഹ്യോപവനെ യദൃച്ഛയാ ആഗതാം ഏകൈകശതനായകൈഹി ദശഭിഃ ഭൃത്യൈഹി ആയാന്തീം പ്രമദോത്തമാം ദദർശ. അതാണ് അതിൻ്റെ വ്യാഖ്യാനം വരുന്നത്. അല്ല, എന്താണ് അന്വയം വരുന്നത്? ഒന്നും കൂടി വേണമെങ്കിൽ അന്വയം പറയാം. തത്ര ദിവ്യദ്രുമദതാകുലേ നദവിഹംഗ അളികുല കോലാഹല ജലാശയേ ഹിമനിർജ്ജര വിപൃഷ്മൽ കുസുമാകരവായുന ചലൽ പ്രവാള വിടപ നളിനീ തടസമ്പതി മുനിവ്രതൈഹി അനാബാധേ നാനാരണ്യ മൃഗവ്രാതൈഹി യത്ര പാന്തഃ കോകിലകൂജിതൈഹി ആഹൂതം മന്യതേ പുര്യാതു ബാഹ്യോപവനെ യദൃച്ഛയാ ആഗതഃ ഏകൈകശതനായകൈഹി ദശഭിഃ ഭൃത്യൈഹി ആയാന്തീം പ്രമദോത്തമാം ദദർശ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആന്തരാർത്ഥം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷയസമൂഹങ്ങളാണ് ഉദ്യാനം എന്ന് പറയുന്നത് പ്രതിനിധീകരിക്കുന്നത്. അവിടെ കണ്ടതായിരിക്കുന്ന സ്ത്രീ അബുദ്ധിയാണ്. ജീവന് ആ ബുദ്ധിയുമായിട്ടുള്ള ബന്ധം നിമിത്തമാണ് ഞാൻ എൻ്റേത് എന്നെല്ലാമുള്ള ബോധങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് സംസാര ബന്ധത്തിൻ്റെ തുടക്കമെന്ന് കാണിക്കണം. അങ്ങനെ വൃക്ഷങ്ങൾ, ദേഹാലങ്കാരങ്ങളായിരിക്കുന്ന മാലിന്യങ്ങൾ, കുറിക്കൂട്ടുകൾ എന്നിവ
അവയിലുള്ള സന്തോഷമാണ് ആ പക്ഷികളുടെ കളകൂജനത്തോടുകൂടി ഉൾപ്രേക്ഷിച്ചിരിക്കുന്നത് ഇതിനെയൊക്കെയാണ്. 10 ഭൃത്യന്മാരെ ദശേന്ദ്രിയങ്ങൾ എന്ന് പറയും. ഇന്ദ്രിയങ്ങളെ അനുസരിച്ചുള്ള വ്യാപാരങ്ങൾ സൈന്യങ്ങൾ. വിഷയാസക്തി ജനിപ്പിക്കലാണ് കുയിലുകളുടെ ക്ഷണിക്കൽ. അങ്ങനെ ജീവനെ വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കുന്ന ബുദ്ധിയാണ് അവൾ. അവിടെ എതിർച്ചയാ വന്നെത്തിയിട്ടുള്ള ആ സ്ത്രീ എന്നാണ് ഇവിടെ വ്യംഗ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. ദിവ്യങ്ങളായിരിക്കുന്ന വൃക്ഷങ്ങളാലും ലതകളാലും നിറഞ്ഞതും തേൻ കുടിച്ച് മതിച്ച് ശബ്ദിക്കുന്ന പക്ഷികൾ, വണ്ടുകൾ എന്നിവയുടെ കോലാഹലത്തോടു കൂടിയ സരസ്സുകളുള്ളതുമായിരിക്കുന്ന ആ പുരിയുടെ പുറത്തുള്ള ഉദ്യാനത്തിൽ തണുത്തുള്ള വെള്ളച്ചാട്ടങ്ങളുടെ ജലഗണത്തെ വഹിക്കുന്നതും പുഷ്പങ്ങളുടെ സുഗന്ധത്തോടു കൂടിയതുമായിരിക്കുന്ന വായുനിമിത്തം ഇളകുന്ന തളിരുകളോടും കൊമ്പുകളോടും കൂടിയ മരങ്ങൾ കൊണ്ട് ശോഭിച്ച തടമുള്ളതും മുനിമാരെപ്പോലെ അതിശാന്തങ്ങളായിരിക്കുന്ന മൃഗങ്ങൾ നിമിത്തം വന്യമൃഗങ്ങളുടെ ഉപദ്രവമില്ലാത്തതും കോകില കൂജിതത്താൽ വഴിപോക്കരെ ക്ഷണിക്കുന്നു എന്ന് തോന്നിക്കുന്നതും ആയ ഉദ്യാനത്തിൽ യാദൃച്ഛികമായി വന്നവളും പ്രത്യേകം അനേകം സൈന്യങ്ങളുടെ അധിപരായിരിക്കുന്ന 10 ഭൃത്യന്മാരോട് കൂടിയവളുമായിരിക്കുന്ന ഒരു സുന്ദരിയെ അവിടെ ദർശിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ രാജധാനിയിൽ രാജസഭയ്ക്ക് ഉചിതമായിരിക്കുന്ന സ്ഥാനം കഴിഞ്ഞതിൽ പറഞ്ഞു. അങ്ങനെ കഥാസംബന്ധമായിരിക്കുന്ന അർത്ഥം സ്പഷ്ടം ആണ്. അപ്പോൾ ആത്മസംബന്ധമായിരിക്കുന്ന ഇതും പറഞ്ഞു. ഇനി അടുത്തത്, ആ മഹാരാജാവ് തൻ്റെ രാജധാനിയുടെ പുറമേയുള്ള പൂന്തോട്ടത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എതിർച്ഛയാ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീരത്നത്തെ കണ്ടു. ആ തോട്ടത്തിൽ ദിവ്യങ്ങളായിരിക്കുന്ന വൃക്ഷവിശേഷങ്ങളും വള്ളികളും നിറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ ഉള്ള കുളങ്ങളിൽ പക്ഷികളും വണ്ടിൻ കൂട്ടങ്ങളും സന്തോഷത്തോടെ ശബ്ദിക്കുന്നുണ്ട്. ശീതളമായിരിക്കുന്ന ജലത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങളുടെ വാസനയെ വഹിച്ചുകൊണ്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇളകുന്ന തളിരുകളോട് കൂടിയിരിക്കുന്ന വൃക്ഷശാഖകൾ അന്യോന്യം യോജിച്ച് നിബിഡമായി തിങ്ങി നിൽക്കുന്നത് കൊണ്ട് വിശ്രമിപ്പാൻ നല്ല നിഴലുള്ളതായിരിക്കുന്നുണ്ട്. അനേകം കാട്ടുമൃഗങ്ങളുണ്ടെങ്കിലും അവ ഉപദ്രവിക്കുന്ന സ്വഭാവമില്ലാത്തവയാകയാൽ സഞ്ചരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. കുയിലുകളുടെ കൂജനം കേൾക്കുമ്പോൾ അതിലെ സഞ്ചരിക്കുന്ന ഏതൊരു വഴിപോക്കനും തന്നെ അവിടേക്ക് ചെല്ലുവാൻ ക്ഷണിക്കുകയാണെന്നോ തോന്നാതിരിക്കുകയില്ല. ഇപ്രകാരം രമ്യമായിരിക്കുന്ന ആ ഉദ്യാനത്തിൽ പ്രഭു സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്ത്രീരത്നം വന്നിരിക്കുന്നതായിട്ട് കണ്ടു. അവരുടെ കൂടെ 10 ഭൃത്യന്മാരുണ്ട്. അവരെ ഓരോരുത്തരെയും വേണ്ടതുപോലെ നടത്തുവാൻ അനേകം നായകന്മാരും ഒരുമിച്ചുണ്ട്. ഇവളെ ആണ് ആ രാജാവ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആത്മപക്ഷത്തിലുള്ള അർത്ഥം, ആ മായാകാര്യഭൂതങ്ങളായിരിക്കുന്ന ബുദ്ധിയെ ഇവിടെ സ്ത്രീയായിട്ട് കൽപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സംബന്ധം നിമിത്തം ജീവന് ശരീരത്തിൽ ഞാനെന്നും അർത്ഥാദികളിൽ എൻ്റേതെന്നും ഉള്ള ഭാവമുണ്ടാകുന്നു. ഇത് നിമിത്തം സംസാരബന്ധം ഭവിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ രൂപരസാദി ഭാവങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന സ്രലചന്ദന വനിതാദികളെ ആ വൃക്ഷാദികളായിട്ടും അതുപോലെ അവയോടുള്ള ആ സംബന്ധം സന്തോഷമായി തന്നെ തോന്നുന്നതിനെ തന്നെ ആ പക്ഷികളുടെ ശബ്ദാദികളായിട്ടും വർണ്ണിച്ചിരിക്കുന്നു. മഞ്ഞുരുകി ഒഴുകുന്ന നദിയെ രസമായിട്ടും പുഷ്പത്തെ ഗന്ധമായിട്ടും വായുവിനെ സ്പർശമായിട്ടും തടാകാദികളെ രൂപമായിട്ടും കൽപ്പിച്ചിരിക്കുന്നു. ഈ വക വിഷയങ്ങളുടെ സംയോഗം സകല ജീവികളെയും വ്യാമോഹിപ്പിക്കുന്നു എന്ന് കാണിപ്പാൻ അതിലെ സഞ്ചരിക്കുന്ന വഴിപോക്കൻ തന്നെ ക്ഷണിക്കുന്നുവോ എന്ന് സൂചിപ്പിക്കുന്നതായിട്ട് വർണ്ണിക്കുന്നു. അങ്ങനെ ബുദ്ധിവൃത്തിയെ അനുസരിച്ച് നടക്കുന്ന ആ 10 ഇന്ദ്രിയങ്ങളെ ഭൃത്യന്മാരെന്ന് വർണ്ണിക്കുന്നു. മനസ്സോടു കൂടിയിരിക്കുന്ന 11 ഇന്ദ്രിയങ്ങളെയും ധരിക്കണം. ഓരോ ഇന്ദ്രിയങ്ങളുടെയും വൃത്തികൾ നാനാമുഖങ്ങളായിരിക്കുന്നതിനെ കാണിപ്പാനാണ് അവർക്ക് ഓരോരുത്തർക്കും 100 നായകന്മാരുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന് യഥോചിതം ശബ്ദാദി വിഷയങ്ങളെയും ശ്രോത്രാദികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെയും അനുസരിച്ച് വ്യാപരിക്കുന്ന ബുദ്ധിവൃത്തിയാകുന്ന സ്ത്രീയോട് കൂടെ ആ ജീവന് സംബന്ധമുണ്ടായി എന്നും സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിൽ നിന്നും പുറത്തേക്ക് വന്നതാണ് ഈ സംബന്ധത്തിൻ്റെ കാരണം എന്നും കാണിപ്പാനാണ് ബാഹ്യോപവനം എന്ന് അവിടെ സ്ഥാനനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നോക്കാം.
പുരീ ബാഹ്യോപവനെ, ആ പുരിയുടെ ബാഹ്യമായിരിക്കുന്ന പുറത്തുള്ള ഉപവനത്തിൽ പ്രമദോത്തമാം, ഒരു പ്രമാദി ആയിരിക്കുന്ന ഒരു സ്ത്രീരത്നത്തെ ദദർശ കണ്ടു. കഥംഭൂതേ ഉപവനെ, എങ്ങനെയാണ് ആ ഉപവനത്തിലെ വൃക്ഷലതാകുലേ, ദിവ്യവൃക്ഷങ്ങളാലും വള്ളികളാലും ഒക്കെ ആകുലമായിരിക്കുന്ന പുഷ്പസംബന്ധി വായുന, ആ പുഷ്പഗന്ധം വഹിച്ചുകൊണ്ടുള്ള വായുണ്ട്. ചഞ്ചല വൃക്ഷ സമൃദ്ധി യുക്തേ, അങ്ങനെ ഇളകുന്ന വൃക്ഷ സമൂഹങ്ങൾ അവിടെ കാണുന്നുണ്ട്. വിദ്യമാനാനാമപി, അങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം നാനാരണ്യ മൃഗസിംഹാദീനാം, അനവധി ആ അരണ്യ മൃഗങ്ങൾ, കാട്ടുമൃഗങ്ങളാൽ, എത്ര ബാധാനാസീൽ, എന്നാൽ അവയുടെ ബാധയൊന്നും ഇല്ലാതെയുള്ള, ഏവം ഭൂത, ഇപ്രകാരമുള്ള ഉപവനത്തിൽ ഏകാം സ്ത്രീയമേകൈകശതനായകൈർ, ഒരു സ്ത്രീയെ ഒരാൾക്ക് 100 നായകന്മാർ ഉള്ള, ഏകൈകശത നായകൈർ ദദർശ ഭൃത്യൈ, നായകന്മാരും അല്ല നായകൈർ ദശഭൃത്യൈ, ഓരോരുത്തർക്കും 10 ഭൃത്യന്മാരോട് കൂടിയിരിക്കുന്ന ആ സ്ത്രീകളെ അവിടെ സഹായന്തിയും, ഭൃത്യന്മാർ സഹായിച്ചു കൊണ്ടിട്ടുള്ള ആ സ്ത്രീയെ അവിടെ അവർ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. കഥംഭൂതേ ഉപവനെ, ആ ഉപവനത്തിൽ ദിവ്യവൃക്ഷലതാകുലേ, ദിവ്യങ്ങളായിരിക്കുന്ന വൃക്ഷങ്ങളും അതുപോലെ വള്ളികളാൽ ഒക്കെ നിറഞ്ഞതായിരിക്കുന്ന പുഷ്പസംബന്ധിന വായുന, പുഷ്പങ്ങളുടെ ഗന്ധത്തെ വഹിച്ചുകൊണ്ടുള്ള വായുവിനാൽ ചഞ്ചല വൃക്ഷ സമൃദ്ധിമൽ, ചഞ്ചലങ്ങളായി ഇളകുന്ന വൃക്ഷങ്ങളുടെ സമൃദ്ധികളോടുകൂടിയിട്ട് യുക്തമായിരിക്കുന്ന ചഞ്ചല വൃക്ഷ സമൃദ്ധി യുക്തേ. വിദ്യമാനാനാമപി, അവിടെ വിദ്യമാനമായിരിക്കുന്നു എന്ത്, നാനാരണ്യ മൃഗ സിംഹാദീനം, അനവധി കാട്ടുമൃഗങ്ങൾ, സിംഹങ്ങളെ പോലുള്ള കാട്ടുമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എത്ര ബാധ, എന്നാൽ അവയുടെ ആ ബാധയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിട്ട് തീർന്നിരിക്കുന്നു. അവിടെ ഏവം ഭൂതേ ഉപവനെ, അങ്ങനെയുള്ള ഉപവനത്തിലെ ഏകാം, ഒരു സ്ത്രീയെ ഏകൈകശതനായകൈർ ദശഭൃത്യൈ, 10 ഭൃത്യന്മാരോട് കൂടിയിട്ട് 100 കണക്കിന് നായകന്മാരോട് കൂടിയിട്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്ന 10 ഭൃത്യന്മാർ, 100 കണക്കിന് നായകന്മാർ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സഹായന്തിയും, അങ്ങനെയുള്ള ഒരു സ്ത്രീയെ അവിടെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വായിക്കാം ഒന്നും കൂടി. കഥം ഭൂതേ ഉപവനെ ദിവ്യവൃക്ഷലതാകുലേ പുഷ്പസംബന്ധിന വായുന ചഞ്ചല വൃക്ഷ സമൃദ്ധിയുക്തേ വിദ്യമാനാനാമപി നാനാരണ്യ മൃഗസിംഹാദീനാം യത്ര ബാധാനാസീൽ ഏവം ഭൂതേ ഉപവനെ ഏകാം സ്ത്രീയം ഏകൈകശതനായകൈർ ദശഭൃത്യൈ സഹായന്തീം. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത 4 ശ്ലോകങ്ങളിലാണ് ബാക്കിയുള്ളത് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.